തൊടുപുഴയ്ക്ക് പിന്നാലെ ഇടുക്കിയിലെ തോട്ടം മേഖലയിലും വൈദ്യുതി വകുപ്പിന്റെ ഇരുട്ടടി. പാമ്പനാർ LMS പുതുവലിലെ AC കോളനിയിലെ കുടുംബങ്ങൾക്കാണ് KECBയുടെ അമിത ബിൽ വന്നത്. ഭീമമായ ഈ തുക അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കൂലിവേലക്കാരായ തോട്ടം തൊഴിലാളികൾ കുഴങ്ങുമ്പോൾ KECBയും ഇവരെ കൈയൊഴിയുകയാണ്. കോളനിയിലെ 6 പേർക്കാണ് 2024 ജനുവരി മാസത്തിൽ 29,000 രൂപ വരെ വൈദ്യുതി ബില്ല് കിട്ടിയത്. തുക അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ 6 പേരുടെയും വൈദ്യുതി കണക്ഷൻ KECB വിച്ഛേദിച്ചു. 2022 ജനുവരി മുതലാണ് KECBയുടെ ഇരുട്ടടി പാമ്പനാർ LMS കോളനിയിലെ കുടുംബങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത്. കൂലിപ്പണിക്കാരായ 27 കുടുംബങ്ങൾക്ക് 19,000 രൂപ മുതൽ 86,000 രൂപ വരെയാണ് അന്ന് വൈദ്യുതി ബില്ലുകൾ വന്നത്. ജനങ്ങൾ പ്രതിഷേധിച്ചതിന് പിന്നാലെ കളക്ടർ ഇടപെട്ട് പകുതി തുക അടച്ചാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ KECBയുടെ ഭീമമായ ബില്ല് വീണ്ടും വന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളായ നിർധന കുടുംബങ്ങൾ. ഈ മുൻകാലങ്ങളിൽ റീഡിംഗ് എടുത്തിട്ടുള്ള ആള് മരണപ്പെട്ടതിന് ശേഷമാണ് പുതിയ റീഡർ വരുന്നത്. പുതിയ റീഡർ വന്നതിന് ശേഷമാണ് ഇത്രയും ഭീമമായ ഒരു തുക യൂണിറ്റ് ഞങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളനിയോട്, ഈ പട്ടികജാതി കോളനിയോട് കാട്ടുന്ന ഏറ്റവും വലിയ ഒരു ആണ്. അതുകൊണ്ട് അടിയന്തരമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും ഈ ഉദ്യോഗ തലത്തിലുള്ള ആളുകൾക്ക് നടപടി സ്വീകരിക്കുകയും ഞങ്ങളുടെ കട്ടാക്കിയ കറണ്ട് ഞങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ഭീമമായ ബില്ല് വന്നതിന് പിന്നാലെ നടത്തിയ അദാലത്തിൽ പകുതിയാക്കി കുറച്ച തുകയുടെ ബാക്കിയും 18% പലിശയും ഡെപ്പോസിറ്റ് തുകയും അടക്കമാണ് പുതിയ ബിൽ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ അധിക ബില്ല് വരാൻ കാരണം മരിച്ചുപോയ മുൻ മീറ്റർ റീഡറുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണെന്ന് KECB കണ്ടെത്തിയിരുന്നു. സ്വന്തം ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തിരുത്താതെയാണ് KECB ഇത്തരത്തിൽ ബില്ല് നൽകി സാധാരണക്കാരെ കുഴക്കുന്നത്. അതേസമയം അവശേഷിക്കുന്ന കുടുംബങ്ങൾക്കും വൻ തുകയുടെ ബില്ലുകൾ വരുമെന്ന ആശങ്കയുമുണ്ട്. അതേസമയം അമിത ബില്ലിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചവർക്ക് ബിൽ നൽകിയിട്ടുമില്ല. ജനം, ഇടുക്കി.